പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. പൗലോസ് എങ്ങനെ എഫെസോസ് നഗരത്തിൽ എത്തിയെന്ന കഥ വളരെ രസകരമാണ്. പ്രവൃത്തികൾ 19 അധ്യായത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വായിക്കുവാൻ സാധിക്കും. എഫെസോസ് ഒരു വലിയ നഗരമായിരുന്നു. ഗ്രീക്ക് റോമാ ദേവന്മാരിൽ മിക്കതിന്റെയും ആരാധനാ കേന്ദ്രമായിരുന്നു ഇത്. 2 വർഷത്തിലേറെ ഒരു മിഷണറി എന്ന നിലയിൽ അവിടെ പൗലോസിന്റെ ഫലപ്രദമായ സാന്നിധ്യമുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ആളുകൾ യേശുവിന്റെ അനുയായികളായി. വർഷങ്ങൾക്ക് ശേഷം റോമാക്കാർ അവനെ ജയിലിൽ അടച്ചതിനു ശേഷമാണ് പൗലോസ് ഈ കത്തെഴുതിയത്. ഈ കത്തിലെ ചിന്താധാര ശരിക്കും വ്യക്തമായ 2 ഭാഗങ്ങളായി ഇതിനെ വിഭജിക്കുന്നു. ആദ്യ ഭാഗത്തിൽ എങ്ങനെയാണ് യേശുവിൽ എല്ലാ ചരിത്രവും അതിന്റെ പാരമ്യത്തിലെത്തിയതെന്നും തന്റെ അനുയായികളുടെ ഈ ബഹുവംശീയ സമൂഹത്തെ സൃഷ്ടിച്ചതെന്നുമുള്ള സുവിശേഷത്തിന്റെ കഥ പൗലോസ് ആരായുന്നു. അതിനാൽ എന്ന വാക്കുപയോഗിച്ച് 2ാം ഭാഗത്തെ ആദ്യത്തേതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വ്യക്തിജീവിതം, അയൽപക്ക ബന്ധങ്ങൾ, സാമൂഹ്യ ജീവിതം, കുടുംബജീവിതം, ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയെയും സുവിശേഷം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പൗലോസ് ഇവിടെ ആരായുന്നു. അതിനാൽ നമുക്ക് ആഴത്തിലേക്ക് ചെന്ന് പൗലോസ് ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. യഹൂദ ശൈലിയിലുള്ള മനോഹരമായ ഒരു കവിതയോടുകൂടെയാണ് 1-ാം അധ്യായം ആരംഭിക്കുന്നത്. അവിടെ ദൈവം ക്രിസ്തുവേശുവിൽ ചെയ്ത അതിശയകരമായ കാര്യങ്ങൾക്കായി പൗലോസ് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു. ആരംഭം മുതൽ ഒരു ഉടമ്പടി ജനത്തെ തിരഞ്ഞെടുക്കുവാനും അനുഗ്രഹിക്കാനും പിതാവ് ഉദ്ദേശിച്ചിരുന്നു. ഇവിടെ ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന അബ്രഹാമിന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ യേശുവിലൂടെ ആരെയും ആ കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ കഴിയും. യേശുവിന്റെ മരണം നമ്മുടെ ഏറ്റവും മോശമായ പാപങ്ങളെയും പരാജയങ്ങളെയും മറയ്ക്കുന്നു. മാത്രമല്ല, യേശുവിൽ നാം ദൈവകൃപ കണ്ടെത്തുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ കൃപ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും മനസ്സിലാക്കുന്നതിനുള്ള തികച്ചും പുതിയൊരു വഴി തുറന്നിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലവും ക്രിസ്തുവിന് കീഴിൽ യോജിപ്പിക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് പൗലോസ് 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു. ക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം മശിഹ എന്നാണ്. യഥാസ്ഥാനപ്പെട്ട് മശിഹായായ യേശുക്രിസ്തുവിൽ ഏകീഭവിച്ചവരുടെ ഒരു വലിയ കുടുംബം ഉണ്ടാകുക എന്നതായിരുന്നു ദൈവത്തിന്റെ എപ്പോഴുമുള്ള ഉദ്ദേശം. നമ്മൾ ആ കുടുംബത്തിലേക്ക് ആദ്യമായി ചേർക്കപ്പെട്ടപ്പോൾ ഈ ദൈവിക ഉദ്ദേശം വ്യക്തമായി എന്ന് പൗലോസ് പറയുന്നു. യഹൂദ വംശക്കാരെയും അബ്രഹാമിന്റെ കുടുംബത്തെയുമാണ് അവൻ ഇവിടെ പരാമർശിക്കുന്നത്. എന്നാൽ തുടർന്ന് എങ്ങനെയാണ് നിങ്ങൾ, അതായത് യഹൂദർ അല്ലാത്തവർ എല്ലാവരും യേശുവിനെക്കുറിച്ചും അവനിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും കേട്ടതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ കുടുംബത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നതും എന്നതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു. എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് യഹൂദരെയും യഹൂദ അല്ലാത്തവരെയും യേശുവിൽ ഒറ്റ കുടുംബമായി കൂട്ടിച്ചേർത്തത് എന്നതിനെപ്പറ്റി പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെയാണ് പൗലോസ് ഇവിടെ പരാമർശിക്കുന്നത്. ഇത് ദൈവം പണ്ട് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെയാണ്. ഈ കവിതയിൽ പൗലോസ് പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതും പിന്നെ പുത്രനായ യേശുവിനെക്കുറിച്ചും അവസാനം ആത്മാവിനെക്കുറിച്ചും പറയുന്ന വിധത്തെ ശ്രദ്ധിക്കുക. പൗലോസ് സുവിശേഷത്തിന്റെ കഥ പറയുമ്പോൾ മൂവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത് ശരിക്കും രസകരമാണ്. കവിതയ്ക്ക് ശേഷം പൗലോസ് ഒരു പ്രാർത്ഥനയോടെ പ്രതികരിക്കുന്നു. യേശുവിന്റെ ഈ അനുയായികൾ സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് അറിയുക മാത്രമല്ല, അത് വ്യക്തിപരമായി അനുഭവിക്കുകയും ചെയ്യണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും അവനെ സർവ്വലോകത്തിന്റെയും ഉന്നത തലവനാക്കുകയും ചെയ്ത അതേ ശക്തിയാൽ അവർ പ്രചോദിപ്പിക്കപ്പെടണമെന്നും പ്രാർത്ഥിക്കുന്നു. 1-ാം അധ്യായത്തിലുള്ള കവിതയിലെ ചില പ്രധാന ആശയങ്ങളെ, പ്രത്യേകിച്ച് ദൈവകൃപയെയും യേശുവിന്റെ ഈ ബഹുവംശീയ കുടുംബത്തെയും 2-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നു. യഹൂദരല്ലാത്ത ക്രിസ്ത്യാനികൾ യേശുവിനെ എങ്ങനെ അറിഞ്ഞു എന്നതിന്റെ കഥ വീണ്ടും പറഞ്ഞുകൊണ്ടാണ് അവൻ ആരംഭിക്കുന്നത്. യേശുവിനെക്കുറിച്ച് കേൾക്കുന്നതിനു മുമ്പ് അവർ ഭൗതികമായി ജീവിച്ചിരുന്നു, എന്നാൽ അവർ ആത്മീയമായി മരിച്ചിരുന്നു. ഒരു ലക്ഷ്യമില്ലാത്ത സ്വാർത്ഥതയുടെയും പാപത്തിന്റെയും ജീവിതത്തിൽ കുടുങ്ങിയവരും തിന്മയുടെ അന്ധകാര ശക്തികളാൽ വഞ്ചിക്കപ്പെട്ടവരുമായിരുന്നു അവർ. എന്നാൽ അതിശയകരമായി ദൈവം തന്റെ വലിയ സ്നേഹത്തിലും കരുണയിലും അവരെ രക്ഷിച്ചു. അവരുടെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിക്കുകയും യേശുവിന്റെ പുനരുദ്ധാന ജീവനോടെ അവരുടെ ജീവനെ ചേർക്കുകയും ചെയ്തു. മാത്രമല്ല, അവൻ അവരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. ആകയാൽ ഇപ്പോൾ യേശുവിലൂടെ പുതിയ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കെ ദൈവം അവരുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പുതിയ വിളികളും ഉദ്ദേശങ്ങളും ചുമതലകളും എല്ലാം കണ്ടെത്തിയതിന്റെ സന്തോഷം അവർക്കുണ്ട്. അവർക്ക് ദൈവകൃപ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ഒരു പുതിയ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ഈ യഹൂദരല്ലാത്ത ജനം ദൈവത്തിൽ നിന്നും മാത്രമല്ല അകറ്റി നിർത്തപ്പെട്ടത്, അവന്റെ ഉടമ്പടി ജനമായ അബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്നും അവർ അകറ്റി നിർത്തപ്പെട്ടു. തികച്ചും പ്രായോഗിക കാരണത്താൽ. സീനായ് ഉടമ്പടിയുടെ കൽപ്പനകൾ കുടുംബത്തിനു ചുറ്റിലും ഒരു അതിർത്തി രേഖ പോലെയായിരുന്നു. യഹൂദരല്ലാത്തവരെ അകറ്റി നിർത്തുന്ന ഒരു തടസ്സം പോലെയായിരുന്നു അവ. എന്നാൽ യേശുവിൽ ന്യായപ്രമാണ നിയമങ്ങൾ നിറവേറ്റപ്പെട്ടതിനാൽ തടസ്സം നീക്കപ്പെട്ടു. പൗലോസ് പറയുന്നതുപോലെ 2 വംശീയ വിഭാഗങ്ങളും സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്ന
ഒരു പുതിയ ഏകീകൃത മനുഷ്യ സമൂഹമായി മാറിയിരിക്കുന്നു. യഹൂദരല്ലാത്ത ജനങ്ങളോട് ഈ സുവാർത്ത പ്രചരിപ്പിക്കുന്നതിൽ തനിക്കുണ്ടായ അതുല്യമായ പങ്കിനെക്കുറിച്ച് പൗലോസ് 3-ാം അധ്യായത്തിൽ ആശ്ചര്യപ്പെടുന്നു. അവൻ ജയിലിലാണെങ്കിലും ഈ ഉടമ്പടി കുടുംബം വളരെ വലുതായി വളരുന്നത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചതിന് അവൻ ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റൊരു പ്രാർത്ഥനയോടെ പൗലോസ് കത്തിന്റെ ആദ്യ പകുതി അവസാനിപ്പിക്കുന്നു. ഇപ്രാവശ്യം യേശുവിന്റെ അനുയായികൾ ദൈവാത്മാവിനാൽ ശക്തിപ്പെട്ട് തങ്ങളോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം ഗ്രഹിച്ചു മനസ്സിലാക്കുവാൻ ഇടവരട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. വിഷയം മാറ്റിക്കൊണ്ടാണ് കത്തിന്റെ 2-ാം പകുതി പൗലോസ് തുടങ്ങുന്നത്. ഇവിടെ അവൻ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുവാൻ വായനക്കാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. അങ്ങനെ അവൻ 4-ാം അധ്യായം സഭയുടെ ദൈനംദിന ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. വിവിധതരം ജനങ്ങളുള്ള ഒരു വലിയ കുടുംബമാണ് സഭ. എന്നാൽ അവർ ഒന്നാണെന്ന് അവൻ ഊന്നിപ്പറയുന്നു. ഈ അധ്യായത്തിലെ ഒരു പ്രധാന പദമാണ് ഒന്ന്. അവർ ഒരേ ആത്മാവിനാൽ ഏകീകരിക്കപ്പെട്ട ഒരു ശരീരമാണ്. അവരുടെ കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്, അവരുടെ സ്നാനം ഒന്ന്. അവർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് ഒരുപാട് ഐക്യത നിറഞ്ഞതാണ്. എന്നിരുന്നാലും ഐക്യത എന്നത് സമാനത അല്ലെന്ന് പൗലോസ് പറയുന്നു. യേശുവിന്റെ പുതിയ കുടുംബത്തിൽ വളരെ വ്യത്യസ്തമായ നിരവധി ആളുകൾ ഉൾപ്പെടുന്നത് എങ്ങനെയെന്ന് അവൻ ആരായുന്നു. എന്നാൽ അവരെല്ലാവരും ഏകപരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ഓരോരുത്തരും തങ്ങളുടെ പ്രത്യേക കഴിവുകളും ഉത്സാഹവും പരസ്പരം സേവിക്കാനും സ്നേഹിക്കാനും സഭയെ പടുത്തുയർത്താനും ഉപയോഗിക്കുന്നു. ഇവിടെ അവൻ ശരിക്കും രസകരമായ 2 രൂപകങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്ന്, പുതിയ ദൈവാലയമായി സഭയെ പണിയുന്നത്. രണ്ടാമത്തേത്, എല്ലാവരും യേശു ശിരസ്സായിട്ടുള്ള ഒരു പുതിയ മനുഷ്യനാകുന്നതാണ്. ഈ പുതിയ മനുഷ്യനെ ഒരു രൂപകമായി അവൻ അടുത്ത 2 അധ്യായങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നു. ഒരു കൂട്ടം പഴയ വസ്ത്രം പോലെ അവരുടെ പഴയ മനുഷ്യനെ അഴിച്ചുകളഞ്ഞ് ദൈവത്തിന്റെ സ്വരൂപം പുനഃസ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പുതിയ മനുഷ്യനെ ധരിക്കാൻ എല്ലാ ക്രിസ്ത്യാനികളെയും പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് പുതിയ മനുഷ്യനെയും പഴയ മനുഷ്യനെയും താരതമ്യം ചെയ്യുന്ന ഈ നീണ്ട ഭാഗത്തേക്ക് അവൻ കടക്കുന്നു. നുണ പറയുന്നതിനു പകരം പുതിയ മനുഷ്യർ സത്യം സംസാരിക്കുന്നു. കോപം വെച്ചുകൊണ്ടിരിക്കുന്നതിനു പകരം അവർ സമാധാനപരമായി അവരുടെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നു. മോഷ്ടിക്കുന്നതിനു പകരം പുതിയ മനുഷ്യർ ഔദാര്യമുള്ളവരാണ്. അപവാദം പറയുന്നതിനു പകരം അവർ വാക്കുകളാൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രതികാരം ചെയ്യുന്നതിനു പകരം പുതിയ മനുഷ്യർ ക്ഷമിക്കുന്നു. ഓരോ ലൈംഗിക പ്രേരണയെയും തൃപ്തിപ്പെടുത്തുന്നതിനു പകരം പുതിയ മനുഷ്യർ അവരുടെ ശാരീരിക മോഹങ്ങളെ സ്വയം നിയന്ത്രിക്കുവാൻ പഠിക്കുന്നു. മദ്യപിക്കുന്നതിനു പകരം പുതിയ മനുഷ്യർ ദൈവാത്മാവിന്റെ സ്വാധീനത്തിലാകുന്നു. ആ സ്വാധീനം എങ്ങനെയാണെന്ന് അവൻ 4 വ്യത്യസ്ത രീതികളിൽ വിശദീകരിക്കുന്നു. ആദ്യത്തെ 2 പാടുന്നതിനെക്കുറിച്ചുള്ളതാണ്. ഒരുമിച്ച് പാടുന്നതിനെക്കുറിച്ചും ഒറ്റയ്ക്ക് പാടുന്നതിനെക്കുറിച്ചും. പാട്ടിലൂടെയും സംഗീതത്തിലൂടെയും യേശുവിന്റെ ജനങ്ങളുടെ ജീവിതത്തിൽ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പൗലോസ് ആദ്യം ചിന്തിക്കുന്നത് വളരെ രസകരമാണ്. ആത്മാവിന്റെ സ്വാധീനത്തിന്റെ 3-ാമത്തെ അടയാളം എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. 4-ാമത്തേത് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടിരിപ്പാനും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാനും ആത്മാവ് യേശുവിന്റെ അനുയായികളെ നിർബന്ധിക്കും എന്നതാണ്. ക്രിസ്തീയ വിവാഹത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് പൗലോസ് ഈ 4-ാമത്തെ കാര്യം വിശദീകരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കാനും അവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭർത്താവിനെ അനുവദിക്കാനും വിളിക്കപ്പെട്ടവളാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാനും തന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ ത്യജിച്ച് ഭാര്യയുടെ ക്ഷേമത്തിനു വേണ്ടി തന്റെ ഉത്തരവാദിത്തം ഉപയോഗിക്കുവാനും വിളിക്കപ്പെട്ടവനാണ്. ഇത്തരത്തിലുള്ള വിവാഹമാണ് യഥാർത്ഥത്തിൽ സുവിശേഷ കഥയെ പുനരവതരിപ്പിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. ഭർത്താവിന്റെ പ്രവൃത്തികൾ യേശുവിനെയും അവന്റെ സ്നേഹത്തെയും അവന്റെ ആത്മത്യാഗത്തെയും അനുകരിക്കുന്നു. ഭാര്യയുടെ പ്രവൃത്തികൾ സഭയെ അനുകരിക്കുന്നു. ഇത് യേശു അവളെ സ്നേഹിക്കാനും പുതിയതാക്കാനും അനുവദിക്കുന്നു. പൗലോസ് ഇതേ ആശയം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അടിമകൾക്കും യജമാനന്മാർക്കും ബാധകമാക്കുന്നു. ആത്മീയ തിന്മയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഈ ക്രിസ്ത്യാനികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൗലോസ് കത്ത് അവസാനിപ്പിക്കുന്നു. ഇവ യേശുവിന്റെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാനും അവരുടെ പുതിയ മനുഷ്യത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യുവാനും പ്രേരിപ്പിക്കുന്ന ജീവികളും ശക്തികളുമാണ്. അതിനാൽ ഉറച്ചു നിൽക്കുവാനും രൂപകമായ ഈ ശരീരകവചങ്ങൾ ധരിക്കാനും പൗലോസ് അവരെ ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് പൗലോസ് ഇത് വിശദീകരിക്കുന്നു. ഈ ശരീരകവചങ്ങൾ ഓരോന്നും യെശയ്യാവിന്റെ പുസ്തകത്തിൽ രാജാവായ മശിഹായെ യെശയ്യാവ് ചിത്രീകരിച്ചതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് മശിഹായുടെ അനുയായികളെന്ന നിലയിൽ നാം യേശുവിന്റെ ശരീരമാകിയാൽ മശിഹായുടെ ഗുണവിശേഷങ്ങൾ നമ്മുടേതാക്കേണ്ടതുണ്ട്. പ്രായോഗികമായി പ്രാർത്ഥനയും തിരുവെഴുത്തുകളും നമ്മുടെ പരസ്പര ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ നല്ല ശീലങ്ങൾ രൂപവൽക്കരിക്കാൻ പൗലോസ് ഉദ്ദേശിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അത് യേശുവിന്റെ അനുയായികൾ എന്ന നിലയിൽ വളരുവാനും പക്വത പ്രാപിക്കുവാനും നമ്മെ സഹായിക്കും. അതാണ് എഫേസ്യർക്കുള്ള ലേഖനം, വളരെ ശക്തമായ ലേഖനം. ഇവിടെയാണ്
പൗലോസ് മുഴുവൻ സുവിശേഷ കഥയെയും അത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെയും സംഗ്രഹിക്കുന്നത്.